എന്തെല്ലാം അടവുകളുമായി UDF BJP വന്നാലും കേരളത്തിലെ ജനങ്ങൾ LDFിനെ ജയിപ്പിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ആ തീരുമാനം മാറ്റിയെഴുതാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും. അവർ ഈ ജാഥയ്ക്ക് നാൾക്കുനാൾ കൈമാറാനുള്ളത് ഒരേ അനുഭവമാണ്. എവിടെയും ആർത്തിരമ്പിയെത്തുന്ന ജനങ്ങളുടെ പിന്തുണയാണ്, ആവേശവും നിശ്ചയവുമാണ്. കടന്നു വന്ന എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങളുടെ അനുഭവം ഈ ജാതികളുടെ മാത്രമല്ല, വടക്കൻ ജാതിക്കും മധ്യമേഖല ജാതിക്കുമെല്ലാം ഇതേ അനുഭവമാണ്. അത് നമ്മുടെ രാഷ്ട്രീയത്തിലെ ഇന്നത്തെ കാലാവസ്ഥയിലെ ഒരു സത്യം വിളിച്ചു പറയുന്നു. എന്തെല്ലാം അടവുകളുമായി UDF BJP വന്നാലും കേരളത്തിലെ ജനങ്ങൾ LDFിനെ ജയിപ്പിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ആ തീരുമാനം മാറ്റിയെഴുതാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും. അവർ നടത്തിയാലും അതെല്ലാം പാഴ്വരയായിട്ട് കലാശിക്കും. അവർക്ക് ഓരോ ദിവസവും വ്യക്തമാകുന്നുണ്ട് അവരുടെ രാഷ്ട്രീയ നിലപാടുകളെ ഒരിക്കലും ജനങ്ങൾ അംഗീകരിക്കുന്നതല്ല എന്ന്. അതുകൊണ്ടായിരിക്കാം രാഷ്ട്രീയമൊന്നും പറയാതെ യഥാർത്ഥ ജീവിത പ്രശ്നങ്ങളോ വികസന പ്രശ്നങ്ങളോ പറയാതെ എന്നുമൊന്നും നുണകളുടെ എന്തെങ്കിലും ഒരു അമട്ടുപൊട്ടിക്കാനാണ് UDF ശ്രമിക്കുന്നത്. അവരുടെ ജാതിയുടെ ആരംഭത്തോടുകൂടി ഈ അമട്ടുപൊളിയടത്തിൻ്റെ ശക്തി കൂടിയെന്നാണ് അവരുടെ വിചാരം. അതിലൂടെ UDF തുറന്നു കാണിക്കപ്പെടുകയാണ്. അത് ഏറ്റവും വലിയ കാര്യമായിട്ട് പറഞ്ഞു വന്ന വിഷയത്തിൽ UDF നേതാക്കന്മാരുടെ പട്ടിക ഇങ്ങനെ പുറത്തുവരികയാണ്. അടൂർ പ്രകാശും ആൻഡോ ആന്റണിയുമെല്ലാം എന്നാണ് അന്വേഷണത്തിൻ്റെ അടുത്ത ഘട്ടമായി ജയിലിലേക്ക് പോകുന്നത് പോലും ആർക്കും ഉറപ്പില്ല. അതിന് വെപ്രാളമാണ് UDF. വെപ്രാളത്തിൻ്റെ മുന്നണിയായിട്ട് UDF മാറിക്കഴിഞ്ഞു. ആ വെപ്രാളം തീർച്ചയായിട്ടും കോൺഗ്രസിനുണ്ട്, കോൺഗ്രസിലെ എല്ലാ നേതാക്കന്മാർക്കുമുണ്ട്. അത് കേരള കോൺഗ്രസിനുണ്ട്. അത് ഓരോ പാർട്ടിക്കും കൂടി വെപ്രാളം. UDF ഐക്യ ജനാധിപത്യ മുന്നണി എന്ന പേര് മാറ്റിയിട്ട് അവസരവാദ അനൈക്യ മുന്നണി എന്ന് സ്വയം നിർവഹിക്കാൻ കാലമായിരിക്കും. അതേസമയം ഒരേ മനസ്സോടെ ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്ന LDFിനെയാണ് കേരളം കാണുന്നത്. വികസനത്തിൻ്റെ യാത്രയിൽ ജനങ്ങൾക്ക് വേണ്ടത് ലക്ഷ്യബോധമുള്ള കെട്ടുറപ്പുള്ള ഒരു മുന്നണിയും ഭരണവുമാണ്. അതാണ് LDFിൻ്റെ വാഗ്ദാനം. ഈ വാഗ്ദാനമാണ് ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും കൈമാറിയത്. ആ വാഗ്ദാനമാണ് ജനങ്ങൾ രണ്ട് കൈയും തൊട്ട് സ്വീകരിച്ചത്.